ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ വിശുദ്ധിയുള്ള ദിവസങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു അപ്പച്ചനോട് അടുത്ത് നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുറപ്പാണി നൊമ്പരങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 40 വർഷം മരുഭൂമിയിലൂടെ മോശയുടെ നേതൃത്വത്തിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നടന്ന് കനാൻ എന്ന മനോഹരമായ ദേശത്തേക്ക് പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാടിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ചെങ്കടലിന്റെ പ്രതിസന്ധി, ആഹാരമില്ലാത്തതിന്റെ അവസ്ഥ, കയ്പ് വെള്ളത്തിന്റെ അനുഭവം ഒക്കെ അവർ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ദൈവം അവരെ അത്ഭുതകരമായി നടത്തി. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതുണയായും ദൈവം അവർക്കായി ഒരുക്കി. നമുക്ക് പരുന്തിന്റെ ജീവിതകഥയും നോക്കാം. ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷി, ബലമുള്ള ചുണ്ടുകളും നീളമുള്ള കൂർത്ത നഖങ്ങളും, വിശാലമായ ചിറകുകൾ, വളരെ ദൂരം കാണാൻ കഴിയുന്ന കണ്ണുകൾ. നമുക്കൊക്കെ കൊടുങ്കാറ്റിനെ പേടിയല്ലേ? എന്നാൽ പരുന്ത് കൊടുങ്കാറ്റിനെത്തിയിട്ട് തന്റെ വലിയ ചിറകുകൾ വിരിച്ച് കിലോമീറ്ററുകളോളം പറക്കുന്നു. ഒരു പരുന്തിന്റെ ശരാശരി ആയുസ് 70 വർഷമാണ്. എന്നാൽ 35 വയസ്സാകുമ്പോഴേക്കും നീളമുള്ള ചുണ്ടുകൾ വളയുകയും നെക്സ്റ്റിന്റെ ബലം കുറയുകയും തൂവലുകൾക്ക് ഭാരം കൂടി പറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ പരുന്ത് മലകൾക്കടുത്ത് കൂടുണ്ടാക്കി തന്റെ ചുണ്ടുകൾ ശക്തിയായി പാറയിൽ കൊത്തി ഒടിച്ചു കളയുകയോ പൊഴിച്ചു കളയുകയോ ചെയ്യുന്നു. ഭാരമുള്ള തൂവലുകൾ കളയുന്നു. പിന്നീട് മാസങ്ങളോളം ചുണ്ടുകളും നഖങ്ങളും തൂവലുകളും വരുന്നത് വളരെ സഹനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. വീണ്ടും തന്റെ യുവത്വവും സൗന്ദര്യവും നേടിയെടുത്ത് ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ ഉപവാസത്തിന്റെ ദിനങ്ങളാണ് നാം നോമ്പായി ആചരിക്കുന്നത്. പരീക്ഷണങ്ങളിലൂടെ യേശു പോയപ്പോൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു ഉയർപ്പ് ലഭിച്ചു. ഇസ്രായേൽ ജനത പ്രത്യാശയോടെ യാത്ര ചെയ്തപ്പോൾ കനാൻ നാട്ടിൽ എത്തിച്ചേർന്നു. കഥയിൽ കേട്ടതുപോലെ പരുന്തിന് പുതുജീവിതം ലഭിക്കുന്നു. നമുക്ക് പ്രശ്നങ്ങളിലും സഹനങ്ങളിലും ദൈവം നമ്മെ നടത്തുന്നവനാണ്. ദൈവത്തോട് ചേർന്ന് നാം നിൽക്കണമെന്ന് മാത്രം. അതിന് യേശു അപ്പച്ചൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.